തെരഞ്ഞെടുപ്പ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം വികസനത്തിന് വേണ്ടിയിട്ടുള്ള വോട്ടാണ് സമസ്ത മേഖലകളിലും. ഇപ്പോൾ ഇത് ഒരു കർഷകരുടെ മണ്ണാണ്, റബ്ബർ കർഷകരുടെ മേഖലയാണിത്. ഇവിടെ നമ്മൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദുരിതങ്ങൾ ആരും അഡ്രസ്സ് ചെയ്യപ്പെടാത്തൊരു സാഹചര്യമാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി നമ്മൾ ആറന്മുളയിലൊക്കെ നെൽകൃഷി വളരെ ലാഭകരമാക്കി എന്നുള്ള ബോധ്യത്തോടെ ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകർ അതിലേക്ക് കിടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു. ഈ റബ്ബർ മേഖലയുടെ പുനരുദ്ധാരണം അല്ലെങ്കിൽ കർഷകരുടെ പ്രശ്നങ്ങളിലെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുള്ള ഇടപെടൽ നയത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകണം. നമുക്ക് കാർഷിക വിളകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കാർഷിക വിളകളുടെ ലിസ്റ്റിൽ റബ്ബറില്ല, അല്ലെങ്കിൽ അവയ്ക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് റബ്ബറിന് കിട്ടുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഇടപെടലുകൾ അനിവാര്യമാണ്. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസന മേഖല പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഉൾപ്പെടെയുള്ള ഒരു വലിയ രീതിയിലുള്ള ഇടപെടലും പ്രവർത്തനവും വികസന പദ്ധതികളും ആവശ്യമായിട്ടുള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് ആറന്മുള മണ്ഡലം വികസനമില്ലാതെ കിടന്നൊരു മണ്ഡലമാണ്. പക്ഷേ ഒരു 10 വർഷം ചെയ്യേണ്ട വികസന പ്രവർത്തനങ്ങൾ ഈ 3 വർഷത്തിലൂടെ ചെയ്തിട്ടുണ്ട്. 30 വർഷമായിട്ട് ജില്ല ആഗ്രഹിക്കുന്ന പല നിർമ്മാണ പ്രവർത്തനങ്ങളും ഇപ്പോൾ കോഴഞ്ചേരി പാലം ഉൾപ്പെടെയുള്ള 30 വർഷമായിട്ട് പത്തനംതിട്ട ജില്ല ആഗ്രഹിക്കുന്നതാണ്. അത് യാഥാർത്ഥ്യമാകാണ്. നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. 2500-ലധികം ഏക്കർ തരിശുപാടങ്ങളിലാണ് കൃഷി ചെയ്തത്. അതുൾപ്പെടെ ഇപ്പം രാജ്യത്താദ്യമായി ഇന്ത്യയിലാദ്യമായി ഒരു വൈദ്യുത സുരക്ഷാ ഗ്രാമം അത് ആറന്മുളയാണ്. അത് ആറന്മുള പഞ്ചായത്തിലാണ് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ നടത്തുന്നു എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വലിയ ഒരു കാര്യമാണ്. അതാര് നടത്തുന്നു എന്നുള്ളത് സംബന്ധിച്ചു. അപ്പോൾ നിശ്ചയമായിട്ടും പാർട്ടി ഈ ഒരു ഉത്തരവാദിത്വം ജനങ്ങളെ കൂടുതൽ നന്നായി സേവിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് കാണുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യം മുതൽ LDF സ്ഥാനാർത്ഥിയാണല്ലോ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മറ്റുള്ളവർ ഇടതുപക്ഷത്തിനെ ഭയക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം. ഈ നാട്ടിലെ ബഹുമാന്യരായിട്ടുള്ള ജനങ്ങൾ തീരുമാനിക്കും.